ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അനമിക. യു വാച്ചിങ് ഡ്രീംസ് വിത്ത് അനമിക. അപ്പോൾ ഇന്നെന്താണത്, ഇന്ന് ജൂൺ 3 ആണ്. എനിക്കിന്ന് സ്കൂളില്ല, എനിക്ക് 4-ാം തീയതിയാണ് സ്കൂൾ തുറക്കുക, അതായത് നാളെ. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്കൂളിലെ വെക്കേഷനിലൊരു വീഡിയോ ആയിരിക്കും. അപ്പം ഇപ്പോൾ ഈവനിങ് ആണ്. അപ്പം അമ്മ കുഞ്ഞാപ്പിയെ വിളിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കി കൊടുക്കുന്ന ആപ്പിൾ, എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കും. അപ്പോൾ ആപ്പിൾ വെച്ചു. പിന്നെ ഒരു ജ്യൂസ് ഞങ്ങൾ പുറത്തുമായിരുന്നു, അന്നേരം എനിക്ക് അവൾക്കും കൂടി മേടിച്ചാണ്. പിന്നെ വെള്ളവും വെച്ചു. പിന്നെ മാഗി ഉണ്ടാക്കി. അവൾക്ക് വിശപ്പ് കൊണ്ട് വീണ ആപ്പിളായിരുന്നു ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ അത് ചീത്തയായി ബാക്കി ഭാഗം. ഇത് ചീത്തയായതല്ല കേട്ടോ, ഇത് ഞാൻ ഇപ്പം എന്തോ കുറച്ച് നേരമായി പുറത്ത് വെച്ചിട്ട് അതിൻ്റെയാണ്. അപ്പോൾ അവർ വരും, താമസിച്ചു എങ്ങാണ്ട് പുറത്തു എല്ലാം പോയതായിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം, നോക്കാം വരുന്നു വന്നോ നോക്കാതെ. ശബ്ദം കേൾക്കുന്നുണ്ട്, നോക്കട്ടെ. ലഗേജായിരുന്നില്ല, എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കണം. കുഞ്ഞപ്പിടൊക്കെ ശബ്ദം ഇങ്ങനെ എന്തോ കേൾക്കുന്ന പോലെ തോന്നി. ഹലോ ഗൈസ്, ഡോർ ഓപ്പൺ ആക്കി കൊടുക്കാം. ഹലോ ഗൈസ്, സർപ്രൈസ് ഉണ്ട്. ഇന്ന് ഗൈസ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇത് ബുക്കും പെൻസിലും റബ്ബറും ഒക്കെ കിട്ടി. അതെന്ന് തോന്നുന്നു. എന്ത് സർപ്രൈസ്, ഞാൻ നോക്കട്ടെ. എന്താണ് സർപ്രൈസ്? ഇതാണ് സർപ്രൈസ്. ഞാനല്ലേ രാവിലെ ബുക്ക് എടുത്ത് വെച്ചത്. ആണോ, നീയാ കണ്ടുപിടിച്ചത്? ഇന്ന് രാവിലെ ടീച്ചർ പാട്ട് പാടാൻ വിളിച്ചപ്പോഴെന്താ പോവാഞ്ഞ്? കുഞ്ഞാപ്പി എൻ്റെ കുഞ്ഞാപ്പി ഇവിടെ ഇരിക്കണേ. ചേച്ചി സർപ്രൈസ് ഉടുപ്പ് തിരിച്ചായിട്ട്, ഉടുപ്പ് മാറിയിട്ട് വരാം. എന്നാ കഴിച്ച് കഴിഞ്ഞിട്ട് മാറണേ, ഞാൻ എടുത്തോണ്ട് വരാം. അപ്പം മാഗി ആവുന്നുണ്ട്. ഇതാണ് വെച്ചു. അവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുതരാം. നമുക്ക് കൊണ്ട് കൊടുക്കാം. സർപ്രൈസ്. എല്ലാം കഴിക്കണേ. ഫാനിലെ ലൈറ്റ്, റൂമിലെ ലൈറ്റ് ഫാനാണ്, ഫാനിലെ ലൈറ്റ്. കഴിച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കേ കേട്ടോ. അതെന്താ പറ്റാത്തത്? ഞാൻ പൊട്ടിച്ചില്ലല്ലേ ജ്യൂസ്. എനിക്കുണ്ട് ജ്യൂസ്. ഈ ജ്യൂസ് തന്നെ ഞാൻ കുടിച്ചില്ല, കുടിക്കാം. എന്താ നാളെ നീ അങ്ങനോടി പോവും, ഞാൻ സ്കൂളിൽ പോകും. ഇല്ല, നീ അങ്ങനോടി പോണം, ഞാൻ സ്കൂളിൽ പോകും. ഇല്ല, നീ കരാട്ട. ജ്യൂസ് കുടിച്ചില്ല. വാ, വേറെ സർപ്രൈസ് ഉണ്ട്. വാ, നമുക്ക് ഇവിടെ എടുക്കാം. ഞാൻ എടുത്തേ. വാ വാ, ആപ്പിൾ ഉണ്ടെങ്കിൽ
കഴിക്കാനെല്ലാം റെഡിയാക്കി വെക്കണം. സമയം ഇപ്പം 6:50 ആയിട്ടേ ഉള്ളൂ. 6:55 കുഞ്ഞാപ്പിയാകാം. കുഞ്ഞാപ്പി വിളക്കൊക്കെ കത്തിച്ചു. 6:04 പക്ഷേ നല്ല വെളിച്ചമുണ്ട്. ഒരു 3 മണി 4 മണിയൊക്കെ ആയ പോലെയൊക്കെ തോന്നുന്നു. ഫോണിൽ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. കുഞ്ഞാപ്പി ഇപ്പോഴും ഇത് തന്നെ പരിപാടി. നിങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കയറിയോ എല്ലാം കാണാൻ പറ്റും. ഇവിടെ വെച്ചാണ് ഒരു ഷോർട്ട്സ് പിടിച്ചില്ലേ, വെള്ളം കയറിയതായിട്ട്. ഇപ്പോൾ എല്ലാം ഇറങ്ങി കേട്ടോ, വെള്ളം കയറിയതായിട്ട്. ഇതൊന്നും അല്ലായിരുന്നു, കുറേ കയറിയായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും ഞാൻ പിടിച്ചില്ല. അന്നേരം ഞാൻ ഇവിടെ വെച്ചാണ് പിടിച്ചത്, ജനാലയുടെ ഇവിടെ. നാളെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാം. ഓൾറെഡി എല്ലാം നീറ്റാക്കി വെച്ചതാണ്. പക്ഷെ ഒരു സാധനം കട്ടപ്പോൾ ഇവിടെയൊക്കെ ക്രാഫ്റ്റ് സംഭവം നല്ല രസമാണ് ഇവിടെ കാണാം. പക്ഷെ ഞാനായിട്ട് ഒരു സാധനം കാണാതാവുമ്പോൾ വലിച്ചു വരിയിട്ട് തന്നതാണ്. പിന്നെ പെട്ടെന്നൊക്കെ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അത്ര ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പല സാധനം ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം വൃത്തിയാക്കാം. നാളെ സ്കൂൾ തുറക്കണം. അപ്പോൾ നമുക്ക് വൃത്തിയാക്കാം. നമ്മളെല്ലാം വൃത്തിയാക്കിയതിൽ കളർ പെൻസിലും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ പൗച്ചാണ്. ഞാൻ ബാഗ് ടു സ്കൂളിൽ ബാഗിൽ തന്നെ വെച്ചതാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ പേനയൊക്കെ വെക്കുമ്പം കട്ടറും റബ്ബറും ഒക്കെ വെക്കുമ്പോൾ ഞാൻ അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനകത്താണ് പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ചാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അതുകൊണ്ട് ഗൈസ് ഇതാണ് ഞാൻ അന്ന് കട്ട് ചെയ്ത് ഉണക്കാൻ വെച്ച പേപ്പർ സോപ്പെന്ന് പറഞ്ഞത്. രണ്ടെണ്ണം നന്നായിട്ട് പതയുന്നുണ്ട്. നോർമൽ പേപ്പറിലാണ് ചെയ്തത്. അത് ഈ കുപ്പിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഒരു സംഭവം കണ്ട ഒരു എനിക്ക് കിട്ടുന്ന കാർഡ്ബോർഡെല്ലാം ഞാൻ എടുത്ത് വെക്കും. ഇതെന്തോ ഒരു മേക്കപ്പ് സെറ്റ് എന്നാണ് കിട്ടുന്നതാണ് പറയാം. മറന്നുപോയി. ആ ബ്ലൂ ഹെവൻ്റെ പറ്റി അത് മേടിച്ചപ്പം കിട്ടിയ കാർഡ്ബോർഡ്. ഇതിനകത്ത് ആണെങ്കിൽ ഞാൻ തീർന്ന 6ാം ക്ലാസ് ഞാൻ യൂസ് ചെയ്ത എല്ലാ പെന്നും ഉണ്ട് തീർന്നത്. ഇതൊരു ഫോൺ കേസാണ്. അതിനകത്ത് ഞാൻ അമ്മ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പേപ്പറോ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ നന്നായിട്ട് ഇതിനകത്ത് വെക്കാം. ഇതിനകത്ത് അല്ലറ ചില്ലറ ഐറ്റംസ്. ഇതിനകത്ത് പിന്നെ കുറച്ച് എന്തെങ്കിലും കവറും ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ കുഞ്ഞു സാധനമൊക്കെ തന്നാൽ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കാനുള്ള കവറ്. ഇതിനകത്ത് കുറച്ച് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ, ഫ്ലാഷ് കാർഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലാണ് നമ്മൾ ഇതേപോലത്തെ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബീഡ്സും പിന്നെ ക്രിസ്റ്റൽ ടെക്കും. ഇത് ഞാൻ സേവ് ചെയ്യുന്ന മണി ബോക്സാണ്. ഇതിനകത്ത് നമ്മൾ പെൻസിലൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്താണ് ഇതൊരു ഡോംസിനൊറ്റ ബോക്സാണ്. ഇതിനകത്താണ് അതിനകത്ത് ഓരോ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്താണ് ഞാൻ റബ്ബറും കട്ടറും വെച്ചിരിക്കണം. പിന്നെ ഇതിൽ പേന കളക്ഷനൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് എല്ലാം പോച്ച്. ഇതിനകത്ത് ഞാൻ കുഞ്ഞാപ്പിയുടെ കുറച്ച് കല്ല് പെൻസിലും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാപ്പി എൻ്റെ ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഞാൻ അതിനകത്തായിരുന്നു ഇവളുടെ കല്ല് പെൻസിൽ ഇട്ട് വെച്ചത്. ഇതൊന്നും കൂടെ ശരിയാക്കണം. ഇതിനകത്ത് പുറകിൽ ഇത് ഞാൻ ഒരു ചേച്ചിയുടെ കണ്ടിട്ട് ഉണ്ടാക്കിയാണ്. അതവിടെ കിടക്കുന്നത്, നമുക്ക് പിന്നെ ശരിയാക്കാം. കുടിൽ ക്ലൗഡ് എന്നാണ് ചേച്ചിയുടെ. കുടിൽ ക്ലൗഡ് എന്ന് തന്നെയല്ലേ, ക്ലൗഡാണ്, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ ആ ചേച്ചിയുടെ കണ്ടിട്ട് ഞാനാണെങ്കിൽ ഒരു ഡേറ്റ്സിൻ്റെ കവറ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്തൊരു പൗച്ചാണ്. ഇതിനകത്താണ് ഞാൻ പെൻസെല്ലാം ഇട്ട് വെച്ചേക്കണം. കാണാൻ കഴിയും. അതിനകത്ത് പെൻസെല്ലാം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട്, ഇതിനകത്ത് ഫ്ലാഷ് കാർഡ് ഉണ്ട്, പിന്നെ ടിഷ്യൂ ഉണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിൽ സ്റ്റിക്കി നോട്ട്, എൻ്റെ കയ്യിലുള്ള ഗ്ലൂ, ടേപ്പ് എല്ലാം ഇതിലായിട്ട് വെക്കാം. അപ്പോൾ ഇതിലൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫയൽ കിട്ടി. ഫയലെന്ന് പറയുമ്പോൾ ഒരു ഫയൽ മാതിരി മോഡൽ ഞാൻ ഇവിടുന്ന് വലിച്ചെടുത്തത് ഇങ്ങനെ ആയതാട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഫുൾ A4 ഷീറ്റ് പേപ്പേഴ്സ് മൊത്തം അതിനകത്ത് വെച്ചു. മേടിച്ചപ്പോൾ പോലെ തന്നെ മറ്റേ കവറിലായിരുന്നു ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ അഴുക്ക് വരുന്നു ഇങ്ങനെ വെക്കുമ്പം. ഇതിന് ഞാൻ ഈ ഒരു കവറിലേക്കൊക്കെ മാറ്റി. പുറകിൽ മറ്റേ സാധനം പെയിൻ്റ് അടിച്ചതാണ്. ഇത് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് പറഞ്ഞാൽ
സ്കൂളിലെ നോട്ട്ബുക്സ്, ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാത്തതായിട്ടുള്ള. പിന്നെ ഈ വർഷം ഞാൻ മേടിച്ച എൻ്റെ പുതിയതായിട്ടുള്ള എക്സാം പാഡാണ് കഴിച്ചത്. എനിക്ക് എക്സാം പാഡ് ഉണ്ടായിരുന്നു. അത് തണ്ടേ ഈ ഒരു സംഭവമാണ്. അത് എൻ്റെ കൂടെയല്ല, എൻ്റെ ചേട്ടൻ്റെയാണ്. എൻ്റെ അമ്മ വീട്ടിൽ വെച്ച് കിടന്ന് എനിക്ക് കിട്ടിയാണ്. അത് മൊത്തം ഞാൻ പെയിൻറ്റൊക്കെ അടിച്ച് കുളമാക്കി. അതിലിപ്പോൾ നമ്മൾ പേപ്പറൊക്കെ വെക്കുമ്പോൾ പെയിൻറ്റൊക്കെ അങ്ങനെ പടരുന്നു. നമുക്കത് വെക്കാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇത് ഫസ്റ്റ് ഇരിക്കുന്നത് വലിയ ഗ്രാമർ ഡയറീസ് പോലത്തെ, അതൊന്നും യൂസത്തില്ല. പിന്നെ ഒരു ഡയറി ഉണ്ട്. പിന്നെ എൻ്റെ കരാട്ടയിലൊരു ബുക്കുണ്ട്, ഒരു സ്റ്റോറി ബുക്കുണ്ട്. പിന്നീട് ഞാൻ ഇതിനകത്താണ് നമ്മുടെ മറ്റേ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇതല്ല കഴിച്ചത്. ഇത് കുഞ്ഞാപ്പിയുടെ ബുക്കാണ്. ഇത് സെയിം തന്നെ ഉണ്ട് അവിടെ. അതാണ്ട് ഈ ഒരു ബുക്ക്. ജേണലൊന്നും പറയാനൊന്നും പറ്റാത്ത സംഭവങ്ങളൊക്കെ ചുമ്മാ ഒട്ടിച്ച് വെക്കാണ്, വേറെ ഒന്നും ചെയ്തില്ല. മൊത്തം കുളമാക്കി വെച്ചു. ഇത് ഏപ്രിലിൻ്റെ, ഇതും ഞാൻ കുടിൽ ക്ലൗഡ് ഒരു ചേച്ചിയുടെ ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ, ആ ചേച്ചിയുടെ ഇത്. പിന്നെ വേണ്ട ഇതൊക്കെ ഞാൻ എക്സാം ടിപ്സ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഈവനിങ്ങിന്, മോർണിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ ചേച്ചിയുടെ തന്നെ മോട്ടിവേഷനൊക്കെ കെട്ടിച്ചതാണ്. എനിക്ക് ആ ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കാണുന്ന ആ ചേച്ചിയുടെയാണ്. പിന്നെ ഇതൊക്കെ വീട്ടിലെഴുതുന്നത് ബുക്ക്, ഡ്രോയിങ് ബുക്ക്. പിന്നെ ഇതിനകത്താണ് കഴിഞ്ഞ വർഷത്തെയൊക്കെ എല്ലാ വർഷത്തെയും പേപ്പർ, ഈ ബുക്കിൽ ബാക്കി വരുന്ന പേപ്പേഴ്സൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനകത്ത് അസൈൻമെൻറ്റ്, പിന്നെ നമ്മൾ ബുക്കിൽ നിന്ന് സ്റ്റിക്കർ മാതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഗ്രാമർ ബുക്ക്. അപ്പം ഇതിനകത്തൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ക്ലിപ്പ് എടുക്കുന്നുണ്ട്, തന്നെ ഈ ഒരു ക്ലിപ്പ് എടുക്കുന്നുണ്ട്. വാച്ച്, കമ്മൽ, പിന്നെ ഈ ഒരു ഗ്രീൻ കളറാട്ടോ എടുക്കുന്ന കമ്മൽ. പിന്നെ എനിക്ക് വൈറ്റും ഉണ്ട്, പിങ്കും ഉണ്ട്, ബ്ലൂ ഉണ്ട്. പിന്നെ ഒരു ബാൻഡ്, പിന്നെ ഞാൻ ഇടുന്നൊരു ചെയിൻ കേട്ടോ. ഇതിനകത്ത് വെച്ചില്ല, അതിനകത്ത് തന്നെ ഒതുങ്ങി കിടക്കട്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാം നമുക്ക് കൊടുക്കുന്ന സെറ്റൊക്കെ ആക്കി രാവിലെ വേണ്ട എല്ലാം എടുത്ത് വെച്ചു. പറ